പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാര് പൊതുവെ തത്വവും തനിമയും ആഴത്തിൽ ചിന്തിക്കാനും കഴിവുള്ള ആൾക്കാരായിരിക്കും. ഈ ആഴത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വിജയ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ പലതും നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവില്ല. അതായത് വല്ല പ്രോബ്ലംസ് എന്തെങ്കിലും വരണമെങ്കിൽ ആ പ്രോബ്ലംസ് എല്ലാം വഴി മാറിപ്പോയിട്ടുണ്ടാവും. അത് പൂയം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. ഈ ആഴത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വിജയ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ജൂലൈയിൽ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം കൊണ്ട് നിങ്ങളുടെ മെന്റലി നിങ്ങൾക്ക് പ്രോബ്ലമാണ് ഉണ്ടാവാൻ പോകുന്നത്. ജൂലൈ 1 തീയതി മുതൽ 7 തീയതി വരെ അധിക ഭാരം, ക്ഷീണം, മറ്റുള്ളവരുടെ ജോലി ചെയ്യൽ, ഇതെല്ലാം നിങ്ങളെ ഭയങ്കര കൺജസ്റ്റഡ് ആക്കും. ജൂലൈ 8 മുതൽ 13 വരെയാണെങ്കിൽ സ്പിരിച്വൽ പരമായിട്ട് പല സ്ഥലത്തും ചിലപ്പോൾ പോയി എന്നും വരും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ക്രിയേറ്റീവ് വേൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല വലിയ ഓപ്പർച്യൂണിറ്റീസും കിട്ടുകയും ചെയ്യും. ജൂലൈ 14 മുതൽ 22 വരെ നിങ്ങൾക്ക് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ ബോസ് ആയിട്ടായിരിക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ ബോസ് എന്ത് പറയുന്നു അതെല്ലാം മൂളി കേൾക്കുന്നതായിരിക്കും പരമാവധി നല്ല ഒരു കാര്യം. ജൂലൈ 23 മുതൽ 31 വരെ ഫ്രീലാൻസിങ്, അതുപോലെ തന്നെ പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ജൂൺ 3 മുതൽ 9 വരെ ഇമോഷണലി വേണ്ടതും വേണ്ടാത്തതുമായ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ട് ബഡ്ജറ്റ് കൂടുതലാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് എന്തായാലും 10 തീയതിക്കും 17 തീയതിക്കും ഇടയിൽ ഫാമിലിന്റെ എന്തായാലും ഒരു സഹായം എന്തായാലും കിട്ടുകയും ചെയ്യും. 18 തീയതി മുതൽ 25 തീയതിക്ക് ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു കാര്യം ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യുക. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജൂലൈ 9 മുതൽ 14 വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ ഒരു സംരക്ഷണം എന്തായാലും കിട്ടും. അവരുടെ ഒരു സപ്പോർട്ട് എന്തായാലും കിട്ടുകയും ചെയ്യും. 21 തീയതിക്കുള്ളിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഓപ്പൺ ടാൾക്ക് നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറ്റും. പക്ഷെ നിങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുകയില്ല. ജൂലൈ 22 തീയതിക്കും 31 തീയതിക്കും ഇടയിൽ അച്ഛനായിട്ട് നിങ്ങൾ അടികൂടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അങ്ങനെ ഒരു പ്രോബ്ലം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കും. ജൂലൈ 5നും 10നും ഇടയ്ക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജൂലൈ 20നും 21നും ഇടയിൽ ബോഡീൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആക്ച്വലി പെയിന് വരാൻ സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ മാസം പൂയംകാർക്ക് അടിയന്തരമായി ആരാണ് ഞാൻ എന്ന ചോദ്യം എന്തായാലും നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരും. പ്രണയത്തിൽ പാടില്ലാത്ത ആശ്രയങ്ങൾ എന്തായാലും വേണ്ടി വരും. അതുകൊണ്ട് ഒരു ബൗണ്ടറീസ് എന്തായാലും സെറ്റ് ചെയ്യുക. നിങ്ങൾ അങ്ങോട്ട് ഓവറായിട്ട് കയറി ചെല്ലാൻ പാടില്ല. അവരെ ഇങ്ങോട്ട് ഓവറായിട്ട് അടുപ്പിക്കുകയും വേണ്ട. ജൂലൈ അവസാനമാകുമ്പോഴേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുള്ളൂ. ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് അപ്പോഴേ വരികയുള്ളൂ.